Hi friends, welcome back. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വുഡൻ ടൈപ്പുള്ള ഒരു പോട്ടാണിത്. ഇതെങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. മോൾഡ് വെച്ചിട്ടാണ് നമ്മൾ സിലിക്കോൺ മോൾഡ് വെച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വുഡാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊരു നാച്ചുറലായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് കാണുന്നുണ്ടാകും. ഈ ഒരു ടൈപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഇതൊരു ഡ്രൈ വുഡിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ആർക്കും വളരെ ഈസി ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഈ കളർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സിമെൻറ്റിൻ്റെ ഇതിലുള്ള സെയിം ഈ ഒരു കളർ വെച്ചിട്ട് ഈ ഒരു ഗ്രേ കളർ ആഷ് കളർ അല്ലെങ്കിൽ ഗ്രേ കളർ വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ക്ലിയർ. ഹാർഡ്വെയർ ഷോപ്പുകളിൽ അതുപോലെ പെയിൻറ്റിൻ്റെ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫർണിച്ചറിലൊക്കെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം അധികം ഉപയോഗിക്കാറ്. തിളക്കം കൂടിയിട്ട്, അതായത് ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ക്ലിയർ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്, ഹൈ ഗ്ലോസി ഉണ്ട്. ശരിക്കും ഇതൊരു ലാമിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഡിഗോയുടെ സ്ലീക്കാണ്, ക്ലിയറാണ്. ഇത് ഇൻറ്റീരിയറുണ്ട് എക്സ്റ്റീരിയറുണ്ട്. അപ്പോൾ ഞാനിവിടെ എക്സ്റ്റീരിയറാണ് എടുത്തത്, കാരണം നമുക്ക് ഈ പോട്ടൊക്കെ പുറത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എക്സ്റ്റീരിയറാണ് എടുത്തുള്ളത്, കാരണം മങ്ങിപ്പോവാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലത് ഇതാണ്. ഇതിൻ്റെ റേറ്റ് 500 മില്ലിയാണിത്. ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 200 രൂപയുടെ അടുത്താണ്. നന്നായിട്ട് അതൊന്ന് ഷേക്ക് ചെയ്യാം കേട്ടോ. ഇനിയിത് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുക. കാരണം നമുക്ക് മാസ്കൊക്കെ ഇന്ന് വീട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ മാസ്ക് യൂസ് ചെയ്യുക, കാരണം നല്ല സ്മെല്ലാണ്. ഈ സ്മെല്ലൊക്കെ കെമിക്കലാണ് ശരിക്ക്. ഇനി നമുക്കിതൊരു വേറൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി മുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഇതിലിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇതിൽ ബ്രഷ് മുക്കരുത്. കാരണം ഇത് നമ്മൾ ഈ ഒരു പർപ്പസിനല്ല, നമുക്കിപ്പോൾ മറ്റ് പർപ്പസിനൊക്കെ, അതായത് നമ്മുടെ ഒരു മേശ അതുപോലെ മരത്തിൻ്റെ എന്താണെങ്കിലും അതിന്മേൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഒരു പൊടി പോലും, ഒരു ചെറിയ പൊടി പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രഷൊക്കെ ഇതിൽ മുക്കിയെടുക്കുമ്പോൾ ബ്രഷിലൊക്കെ പൊടി അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരെ ഇതിലാവും, പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലൊരു പൊടി വീണ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യണത്, ഇപ്പോൾ ഇതിലൊന്നും വിഷയമല്ല, നമ്മൾ ഈ ഉണ്ടാക്കുന്ന പോട്ടിലും വിഷയമല്ല. പക്ഷെ നമ്മൾ മേശ അതുപോലത്തെ ചെയർ വുഡ് കൊണ്ടാക്കിയിട്ടുള്ള ഐറ്റംസിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പൊടി, അതല്ലെങ്കിൽ ആ ഒരു കരട് അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. പിന്നെ നമുക്കത് എടുത്ത് മാറ്റാൻ കഴിയില്ല, നമ്മൾ കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല, അപ്പോൾ ആട് വീഴും. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം കീപ്പ് ചെയ്യുക. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന് വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് മാറ്റി കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് വെക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം വയ്ക്കുക. ഒരു നല്ല ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഈ മുകളിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, കാരണം നമുക്കത് പിടിക്കാൻ കഴിയില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലോസി കേട്ടോ, കാരണം ശരിക്കും മാറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണ ഒരു മാറ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്ലോസിയാണ്. മാറ്റ് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഗ്ലോസി എൻ്റെ അടുത്തുള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യണത്. അപ്പോൾ ഗ്ലോസി ഒന്നും കൂടി ബെറ്റർ ആകും, ഒന്നും കൂടി ഒരു നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ഒരു ഫീൽ തോന്നിക്കാൻ മാറ്റ് തന്നെയാണ്.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ പൊടിയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പ്രാണികളുള്ള സ്ഥലത്തൊന്നും വെക്കരുത്. കാരണം പൊടിയോ അല്ലെങ്കിൽ പ്രാണികളോ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ പോകാൻ പ്രയാസമാണ്, ഭയങ്കര ബോറിംഗ് ആവും. അപ്പോൾ നമ്മൾ ക്ലിയർ അടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 6 hour മതി ഡ്രൈ ആവാനായിട്ട്. ഇത് 6 hourൻ്റെ ആവശ്യമൊന്നുമില്ല, അതായത് 6 മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് മുൻപ് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോ കാണുന്നില്ലേ, ഈ ഒരു ഗ്ലോ ഉണങ്ങിക്കഴിഞ്ഞാലും ഈ ഒരു ഗ്ലോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം. അതല്ല നമ്മളിത് ജസ്റ്റ് ക്ലിയർ അടിച്ച് പോയിട്ട് വന്ന് നോക്കുമ്പോൾ ഇതിൽ കാണാനില്ലെങ്കിൽ, കാരണം സിമൻ്റാണ്, അപ്പോൾ ഇത് വലിച്ച് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരരുത്. ഇത് വലിച്ചെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്ലിയർ അപ്ലൈ ചെയ്തു, ഒരു കോട്ട് അപ്ലൈ ചെയ്തു, അപ്പോൾ ഇത് വലിച്ചെടുക്കുകയാണെങ്കിൽ വീണ്ടും സെക്കൻഡ് കോട്ട് ചെയ്യണം. പക്ഷേ ഇത് ഗ്ലോസി ആയതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് കാണിക്കണം കേട്ടോ. ഇത് മാറ്റാണെങ്കിൽ ഈ ഒരു ഫിനിഷിങ് ഇത്ര എടുത്ത് കാണിക്കില്ല. ഇനി നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിനാവശ്യമായിട്ട് വേണ്ടത്, ഞാനിവിടെ ബ്ലാക്ക് ഷെയ്ഡിലാണ് ചെയ്യുന്നത്, ഒരു ബ്ലാക്ക് ഗ്രേ ആ ഷെയ്ഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് വേണ്ടത് നമുക്ക് ബ്ലാക്ക് കളർ മാത്രം മതി. ഓൾറെഡി നമ്മൾ ഗ്രേ കളർ ഇതിന് മുകളിലുണ്ട്, സിമെൻറ്റിൻ്റെ ഒരു കളർ ഇതിന് മുകളിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് എനാമൽ പെയിൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മണ്ണെണ്ണയാണ്, അതായത് വീട്ടിലൊക്കെ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു ചെറിയ കഷ്ണം സ്പോഞ്ചോ കോട്ടൺ തുണിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ മണ്ണെണ്ണ, സ്പോഞ്ച്, അതുപോലെ ഒരു പെയിൻറ്റ്, ഇത് മാത്രം മതി നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഇത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇനി ഈ മണ്ണെണ്ണ എടുത്തിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്തിട്ട് ഇനി നമ്മൾ ആ മണ്ണെണ്ണയിൽ മുക്കിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു തുണി അല്ലെങ്കിൽ സ്പോഞ്ച്, നിങ്ങളുടെ കയ്യിൽ എന്താ വെച്ചാൽ കോട്ടൺ തുണി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സ്പോഞ്ച് ആണെങ്കിൽ സ്പോഞ്ച്, ഈ ഒരു പെയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് മുക്കുക. ഒലിച്ചിറങ്ങുന്ന രൂപത്തിലാവരുത്, ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക മാത്രം. ഓക്കെ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് മുകളിൽ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു സൈഡ് മാറ്റിയിട്ട് ഒന്നെങ്കിൽ അത് ഒഴിവാക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ വേറൊരു തുണി എടുത്തിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഈ ഒരു ബൗളും കൂടി നമ്മൾ ചെയ്തെടുക്കാം, ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഞാനന്ന് ഈ ഒരു ബൗൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ബലൂണൊക്കെ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കാണാം. ഇനി ഇതിലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ മണ്ണെടുക്കുക, എന്നിട്ട് ഇതിന് പുറത്ത് അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ള ഗ്ലോസി ക്ലിയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് മാക്സിമം മാറ്റ് ഫിനിഷിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം മാറ്റ് ആകുമ്പോൾ ആ ഒരു ഗ്ലോ ഉണ്ടാവത്തില്ല. കാരണം ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കാൻ ഏറ്റവും നല്ലത് മാറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ മാറ്റ് ഫിനിഷിങ്ങിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.